എക്സ്ക്യൂസ് മീ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വളരെ വറി ചെയ്യുന്നുണ്ടോ? ചില്ലറ പ്രശ്നങ്ങൾ ഇല്ലാതില്ല. എന്താ? എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നു സ്വാമി. എന്ത് വഴി? ഏത് വഴി? ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. എടാ, നിനക്ക് കന്നഡ അറിയാമോ? ഏയ്, ഞാനാ ടൈപ്പല്ല. തമാശകളാ, ഇത് സംഗതി സീരിയസാ. ആമി കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ, എന്താ സംഭവം? പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 ಕಸಿನ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ? പിന്നല്ലാതെ. എടാ, ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ല എന്ന് പറ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണമൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണു ശംഭോ, അതിലൊന്നിലടിയന്റെ വധുണ്ടതേത്, ഈ നരകത്തിൽ നിന്നൊന്നു കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ 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 ശംഭോ. പൈക്കളില്ല, ലോണിൽ ബാക്കിയില്ല, ബാങ്കിൽ ക്യാഷ് അടച്ചില്ല, മേലെ നീല നിറം, താഴെ കുന്നുകുഴി, മുന്നിൽ മൂകം നരകം. കലികാലം തീരാൻ കല്യാണം വേണം, അലിവോടെ കനിയേണം നീയൻ ശംഭോ. കലികാലം തീരാൻ കല്യാണം വേണം, അലിവോടെ കനിയേണം നീയൻ ശംഭോ. ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ 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 ശംഭോ. എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ, ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്തുവാടേ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തുവായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം,
ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാത്ത. മനസ്സിലായോ? ചന്ദ്രികേ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ കരളിലെ പാട്ടിനോ सत श्रीकाल जी की हाल है എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇവിടെ നിന്ന് കൂടിയിരിക്കുന്നത് നിങ്ങളെല്ലാം ഒരു പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. ഹമാര ലണ്ടൻ ഗുരുദ്വാരയിലെ പ്രശസ്ത കോക്കിയും വാറ്റുകാരനുമായ നമ്മുടെ സ്വന്തം ദീപു സിംഗിന്റെയും പത്നി ഷാലത് കൗറിന്റെയും ഏകി ബേട്ടി ബഹുത് സുന്ദർ ഓർ ബഹുത് ഖൂബ്സൂരത്തുമായ കൂടാതെ നമ്മുടെ ഗോദയിലെ മല്ലന്മാരുടെ ആവേശവുമായ ജിഷി സിംഗിന്റെ സ്വയംവരത്തിനായാണ്. ഒന്ന് കൈയടിച്ചേ. ജിഷി സിംഗിന്റെ മനസ്സ് കീഴടക്കാൻ പറ്റുന്ന വീരന്മാർക്ക് ധൈര്യമായി കടന്നു വരാം. എന്റെ മകൻ ചഞ്ചൽ സിംഗ് ഉണ്ട്. ആര്? നമ്മുടെ നാട്ടിലെ തീറ്റ മത്സരത്തിൽ തുടർച്ചയായി ഒന്നാമതെത്തിയ, കൂടാതെ പ്രശസ്ത തീറ്റക്കാരൻ തീറ്ററപ്പായി എഴുത്തിനിരുത്തിയ, കഴിഞ്ഞ ആഴ്ച ഒരു ചെമ്പ് ബിരിയാണി ഒറ്റയടിക്ക് തിന്ന് തീർത്ത് മതി വരാതെ ഓടി വന്ന് ഗുരുദ്വാരയിൽ ചപ്പാത്തിയും പരിപ്പും തിന്നാൻ ക്യൂ നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഫെബി സിംഗിന്റെയും ടിയ കൗറിന്റെയും പുത്രനായ ചഞ്ചൽ സിംഗോ? വാ ഗുരുജി വാ. എവിടെ ചഞ്ചൽ സിംഗ്? എവിടെ? ദാ മോനെ, താരായി വരുന്നു നോക്കിക്കേ. നമ്മുടെ പഞ്ചാബി തരുണീ മണികളുടെ സ്വപ്ന കാമുകനും രോമാഞ്ച കഞ്ചുകവും കണ്ണിൽ ഉണ്ണിയും സർവോപരി ഗുരുദ്വാര ട്രസ്റ്റിയുമായ നമ്മുടെ സ്വന്തം ചഞ്ചൽ സിംഗ്. കഴിഞ്ഞ ആഴ്ച ഒറ്റയിരിപ്പിൽ 5 ലിറ്റർ ജോണി വാക്കർ അകത്താക്കി റിക്കാർഡിട്ട് ഇവിടുന്ന് വണ്ടി പിടിച്ച് ടൊറന്റോ സൂവിൽ പോയി ചീറ്റപ്പുലിയെ ചീറ്റിപ്പീഡിപ്പിച്ച നമ്മുടെ സ്വന്തം ചഞ്ചൽ സിംഗ്. എല്ലാരും ഇത് കൈയടിച്ചേ. ജിഷി സിംഗിന്റെ മനസ്സ് കീഴടക്കി വിജയശ്രീലാളിതനായി ചഞ്ചൽ സിംഗ് ഇതാ വരുന്നു.
എന്ത് ബിരിയാണി ചെമ്പ്, എന്ത് ജോണി വോക്കർ, ഇതൊക്കെ അണ്ണന്റെ മുമ്പിൽ വല്ലതും ആണോ? ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? നിങ്ങൾക്കറിയണോ നമ്മുടെ അണ്ണൻ എങ്ങനെ ഇത്ര സെറ്റപ്പായെന്ന്? ഓ, പണ്ടങ്ങ് ഇറ്റലിയിൽ ഡയപ്പർ കൊണ്ട് അമ്മാനമാടിയിരുന്ന ആളായിരുന്നു നമ്മുടെ അണ്ണൻ. പെട്ടെന്ന് കാനഡയിലെത്തി. ഇന്നിപ്പം ലണ്ടനിലുള്ള 4-5 ലക്ഷം കോഴികളെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് തൂക്കുന്ന സ്പെഷ്യൽ ബേഡ് ഹാങ്ങറായി, അതും വിത്ത് നോ ടൂൾസ്. അങ്ങനെ 4-5 ലക്ഷം കോഴികളെ തൂക്കി 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 അണ്ണൻ വലിയ ആളായി. രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? പുച്ഛമാണ് പോള, ഒന്നിടഞ്ഞു നോക്കണ ജാട. ചുറ്റുമെന്ന സൂയ, വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാ ജാട. നടപ്പ് ജാട, ചിരിച്ചിരിപ്പ് ജാട, വരവ് രാജകീയമാ ജാട. നല്ലവന്റെ ജാട, നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക. കേറി വാടാ മക്കളെ, കേറി വാ. പണ്ടിതു പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കീനാനും കൂട്ടാരും നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി 400 വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേ ഞാനായ അസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം. അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം. പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ. കപ്പലിൽ വന്നേ തുമ്പക്കീനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി 400 വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേ ഞാനായ അസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം. അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം. പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ.